തീരുമാനം താമസിച്ച ഒരു മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ്. ലാഗൽ സംഭവമില്ല. പിന്നെ എല്ലാം കൊണ്ട് ജയറാമായിട്ട് സത്യമായി തിരിച്ചു വരുവാണ്. പിന്നെ വില്ലൻ ആരാണെ പറയില്ല, അത് ട്വിസ്റ്റാണ്. പിന്നെ മറ്റേ ജഗദീഷ് ചേട്ടനായാലും അനുമതി ചേട്ടനായാലും ഹരിശ്ചന്ദ്രൻ മാനയിൽ നനച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഭയങ്കര ഹിറ്റായിരിക്കും. നേരിട്ട് റെക്കോർഡ് പൊട്ടി ഭയങ്കര ഹിറ്റായിരിക്കും. ജയറാമായിട്ട് ശക്തമായി തിരിച്ചു വരുവാണ്. മമ്മൂക്ക ജയറാമിനെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ഉണ്ട്. നമ്മൾ ക്യാമ്പി റോളാണ്. വില്ലൻ ആരാണെ പറയില്ല, അത് ട്വിസ്റ്റാണ്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. അഞ്ചാം പാതിരയുടെ ഒരു ഇതല്ല, ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ്. നന്നായിട്ട് സ്റ്റഡി ചെയ്ത് എടുത്തിരിക്കുന്ന പടം. അതായത് നല്ല ശ്രദ്ധിച്ചിരിക്കണം പടം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ ഷോയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വിളയാട്ടമാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയറാം തകർത്തിട്ടുണ്ട്. ജയറാം ഉഗ്രനായിട്ടുണ്ട്, അടിപൊളി. ജയറാം എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. ഒന്ന് ഇരുന്നെന്നാണെങ്കിൽ ആ രീതിയിലുള്ള പടമാണത്. അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പടം എന്തുകൊണ്ടാണ് ഗംഭീര പടം. എല്ലാവരും കാണാൻ പറയാ. സൂപ്പർ. ഇറ്റായി മാറുന്നല്ല, മാറിക്കഴിഞ്ഞു. ഇനി എന്ത് മാറാനാണ്? അയ്യോ ഒരു രക്ഷയില്ലാത്ത ജയറാമൊക്കെ. ഷൈജു കുറുപ്പൊക്കെ ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് വെച്ചാൽ. ഷൈജു കുറുപ്പൊക്കെ എങ്ങനെയൊക്കെ അഭിനയിക്കും. നമുക്ക് ഒരു കൊമേഡിയനെ ആള് ഇതുപോലൊക്കെ അഭിനയിക്കുന്ന വെച്ചാൽ ഗംഭീരം, അടിപൊളി, സൂപ്പർ. ആസ് യൂഷ്വൽ അടിപൊളി ക്രൈം ത്രില്ലർ. നിങ്ങൾ കണ്ടോ? എന്തോ ജയറാമും മമ്മൂക്കും എല്ലാവരും കലക്കി. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആസ് ഓൾവേസ്. നിങ്ങൾ പടം കണ്ടോ? കാണണം. അപ്പോൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കണ്ടിട്ട്. ഒരു മാനുവൽ മാജിക്കാണ് നമുക്ക് വർക്ക് ചെയ്തേക്കുന്നത്. സോ ഹാപ്പി. അതെ, അപ്പോൾ എല്ലാവരും നേരും കാണാം, ഹൗസ്ലറും കാണാം, അത്രേ ഉള്ളൂ. സോ ഹാപ്പി. ഇപ്പം കയറി വന്നപ്പോഴാണ് അപ്പോൾ നേരെ ഓടുന്നുണ്ട്. സോ എല്ലാവരും അത് നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടിട്ട് പറ. ഇപ്പം ചോദിച്ചിട്ട് എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം, ഒരുപാട് സംസാരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ സംസാരം അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയൊരു സിനിമയാണ്. ചെറിയ രീതിക്കെങ്കിലും ഭാഗമാകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണണം. ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടിറങ്ങി എല്ലാവരും പറഞ്ഞത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. മമ്മൂട്ടിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നമ്മളെ താരം വരുമ്പോഴേക്കും അത് ഒന്നുകൂടെ ഒരു എഫക്റ്റാവും. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പടം. അഞ്ചാം പാതിരയ്ക്ക് മുകളിൽ നിൽക്കും. അഞ്ചാം പാതിര നമ്മൾ ഇതുവരെ കണ്ടൊരു ക്രൈം ത്രില്ലർ, സൈക്കോപാത്ത് ത്രില്ലറിലേക്ക് വരുമ്പോൾ ഇത് അഞ്ചാം പാതിരയ്ക്ക് മുകളിൽ നിൽക്കും. കാരണം പെർഫോമൻസ് ബേസിൽ ജയറാമേട്ടന് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളത് നമുക്കറിയാലോ. പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നതിന്. പുതുമുഖങ്ങൾക്ക് അന്യായ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ചെറുപ്പകാലം അഭിനയിച്ച ആളെന്ന് പറയുന്നത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ചെറുപ്പകാലം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലാഷ് ബാക്ക്. അടിപൊളിയായിട്ട് BGM സ്ക്രീൻ പ്രൈസ് എല്ലാം. മമ്മൂട്ടിക്ക് ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഇതാണ്. പക്ഷേ സ്റ്റോറി ബേസ് മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് മമ്മൂക്കയിലാണ് കഥ നിൽക്കുന്നത്. അടിപൊളിയായിട്ട്. പടത്തെക്കുറിച്ച് പറയാണ്. ആ ക്രൈം എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ സസ്പെൻസ് എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിനകത്ത് ഒരുപാട് സസ്പെൻസും ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പടമാണ്. ഓരോ നിമിഷം അതിൻ്റെ BGM എല്ലാം നമ്മൾക്ക് വളരെയധികം നമ്മളെ ആകാംക്ഷയെ നിർത്തും. ഫസ്റ്റ് ഹാഫ് പോകുന്നത് കുറ്റവാളിയുടെ പുറകെയാണ്, സെക്കൻഡ് ഹാഫ് പോകുന്നത് പോലീസിൻ്റെ പുറകെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അതാണ് എബ്രഹാം ഓസലർ തകർത്തിട്ടുണ്ട്. നല്ലൊരു തിരിച്ചുവരവാണ്. ജയറാമിന് നല്ലൊരു തിരിച്ചുവരവ് അങ്ങനെ വേണം പറയാൻ. അതായത് പടത്തിൽ ജയറാമിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. BGM നല്ല രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഈ പടത്തിലുണ്ട്. സെക്കൻഡ് ഹാഫ് കൊണ്ടുവയ്ക്കുന്നത് മമ്മൂക്കയാണ്. എന്തായാലും മമ്മൂക്കയുടെ ഫസ്റ്റ് എൻട്രി തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയാവുന്ന സംഭവമുണ്ട്. പിന്നെ ഇതിലെ ക്യാമറ വർക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ട്, ചില ഷോട്ടൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് ഈ പടം. എനിക്കിഷ്ടപ്പെട്ടത് അഞ്ചാം പാതിരേക്കാളും ഈ പടം. ആ ഒരു ടൈപ്പ് തന്നെ. വൺ ഓഫ് ദി ബെസ്റ്റ്. പുള്ളി ഓരോ പടത്തിലും നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ, അത് തന്നെ ഇതിലും തുടർന്നു. എന്തായാലും കൊള്ളാം, കിടിലൻ പടം. നല്ല അടിപൊളി പടം. ഞാൻ അഞ്ചാം പാതിരേക്കാൾ എനിക്ക് മിഥുൻ മാനുവലിൻ്റെ കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ പടം ഇതാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടാണ്. പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്ക് അത് മാറി ഒരു സ്റ്റോറി പാത്രമായിട്ട് പോയി. പിന്നെ ഒന്നാമത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കോമിയോ റോളിൽ മലയാളത്തിലൊരു മുതൽ വരുന്നതോട് കൂടിയിട്ട്
പടത്തിൻ്റെ അടിമുടി മാറിപ്പോയി. അപ്പോൾ നമുക്ക് ചെയറിലിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി, ആകെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനായി പോയി. പിന്നെ സെക്കൻഡ് പാർട്ട് ത്രെഡ് ഇട്ടിട്ടുണ്ട് പടത്തിൽ. സെക്കൻഡ് പാർട്ട് എന്തായാലും കൺഫേമായിട്ട് സെക്കൻഡ് പാർട്ട് വരും. പിന്നെ ജയറാമേട്ടൻ്റെ കഥാപാത്രം നന്നായിട്ടുണ്ട്. ഒരു 2 തരത്തിലുള്ള കഥാപാത്രമാണ്, രണ്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിഥുൻ മാനുവലിന് എനിക്ക് തോന്നുന്നത് അടുത്ത സിഗ്നേച്ചർ കൂടിയായിട്ട് നമുക്കിതിൽ കണക്കാക്കാം. സഹനടന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. ജഗദീഷ് ആണെങ്കിലും ഷൈജു കുറുപ്പാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബെറ്ററാണ് എല്ലാം. 5-ാം പാതിരയേക്കാൾ എനിക്ക് ബെറ്ററായി തോന്നിയ പടം ഇതാണ്. അടിപൊളി പടമാണ് മിഥുൻ മാനുവൽ. ഓക്കെ, രണ്ടുപേരും സൂപ്പറായിട്ടുണ്ട്, വളരെ നന്നായി. എന്താ പറയുക, ഒന്നിനൊന്നിനും മികച്ചതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട് പടം. അതെ, തീർച്ചയായിട്ടും. പിന്നെ ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെ, അതിനൊന്നും പറയാനൊന്നും ഇല്ല. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. കാരണം ഒരുപാട് നമ്മൾ അറിയാത്ത കുറേ നോളജ് അതിൽ നിന്ന് കിട്ടാനുണ്ട് ആ പടത്തിൽ നിന്ന്. അതാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. സൂപ്പർ. എന്തോ പിന്നെ അതെ, നല്ലൊരു തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം ഈ പടം. ഒരുപാട് അത് തന്നെ വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. വളരെ നല്ല സൂപ്പർ മൂവി.